പരിശുദ്ധ ബെനഡിക്ട് 16 പാപ്പ രചിച്ച വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പരിശുദ്ധ ബെനഡിക്ട് 16 പാപ്പ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ വരുന്ന സർക്കസുകാരെ കുറിച്ചാണ്. ഈ ഗ്രാമത്തിൽ സർക്കസുകാർ വരും. ഗ്രാമത്തിൻ്റെ ഒരു അരികിലുള്ള ഒരു സ്ഥലത്ത് അവർ അവരുടെ കൂടാരങ്ങൾ അടിക്കും. ഈ കൂടാരങ്ങളിൽ അവർ പതിവ് പോലെ സർക്കസ് ചെയ്യുന്നു. ഗ്രാമവാസികളൊക്കെ സർക്കസ് കാണാനായി എത്തുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമവാസികൾക്ക് ചെറിയ മടുപ്പൊക്കെ തോന്നി. സർക്കസിന് പോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. സർക്കസുകാർ തങ്ങളുടെ ഈ സർക്കസ് കേന്ദ്രത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പുതിയ പുതിയ നമ്പറുകൾ ഇറക്കുവാൻ തുടങ്ങി, പരിപാടികൾ കാണിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം സർക്കസിനായി എല്ലാവരും ഒരുങ്ങുന്ന അവസരത്തിൽ സർക്കസ് കൂടാരത്തിന് പെട്ടെന്ന് തീ പിടിക്കും. പെട്ടെന്ന് തീ ഇങ്ങനെ ആളിപ്പടരുമ്പോൾ ഇവരൊക്കെ സർക്കസിന് വേണ്ടി ഒരുങ്ങിയ വ്യക്തികളെല്ലാവരും ചേർന്ന്, സർക്കസ് കൂടാരത്തിനരികിലുള്ള വ്യക്തികൾ ചേർന്ന് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. പക്ഷേ തീ ഇങ്ങനെ ആളിപ്പടരുന്നത് കൊണ്ട് അവർക്ക് തീ പെട്ടെന്ന് അണയ്ക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ സർക്കസിൻ്റെ മാനേജർ, സർക്കസിൻ്റെ കോമാളി വേഷം ധരിച്ചിരുന്ന, കോമാളിയുടെ റോള് കളിക്കുന്ന വ്യക്തി, അയാൾ കോമാളിയുടെ വേഷമൊക്കെ ധരിച്ചിരിക്കുകയായിരുന്നു. അയാളും വെള്ളം കോരി ഈ തീ അണയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. സർക്കസിൻ്റെ മാനേജർ ഈ കോമാളിയെ വിളിച്ചിട്ട് പറയും, നമ്മൾ ഒറ്റയ്ക്ക് പരിശ്രമിച്ചിട്ട് ഈ തീ അണയ്ക്കാൻ പറ്റുന്നില്ല. നീ ഓടിപ്പോയി ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ ചെന്ന് എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് ഈ തീ അണയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ മാനേജറുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ കോമാളി താൻ ധരിച്ചിരുന്ന അതേ വസ്ത്രവിധാനത്തോടു കൂടി ആ ഗ്രാമത്തിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലും. ആളുകളുടെ ഇടയിലേക്ക് ഓടിച്ചെന്നിട്ട് ഈ മനുഷ്യൻ, ഈ കോമാളി, അവിടെയുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചു കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് പറയും, ഓടി വരിക, ഞങ്ങളുടെ സർക്കസ് കൂടാരത്തിന് തീ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്, നമുക്കെല്ലാവർക്കും കൂടി ഓടിച്ചെന്ന് ആ തീ കെടുത്താം. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഈ മനുഷ്യൻ കോമാളിയുടെ വസ്ത്രം ധരിച്ചു നിന്നുകൊണ്ടാണ് ഈ ഒരു വാർത്ത പറയുന്നത്, തീപിടുത്തത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ആളുകൾ ചിന്തിച്ചു, ഞങ്ങളെ ഈ സർക്കസ് കൂടാരത്തിലേക്ക് വിളിച്ചു കൊണ്ട് പോകാനായിട്ട് സർക്കസുകാർ കണ്ടുപിടിച്ച പുതിയ ഒരു നമ്പരായിരിക്കും ഈ തീയുടെ കഥ. അതുകൊണ്ടാണ് ഈ കോമാളിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തീ പിടിച്ചു എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ ഈ കോമാളിക്ക് ചുറ്റും കൂടി കൈയടിച്ച് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, ഇത് നല്ല വേലയാണ്, നല്ല പരിപാടിയാണ്. അപ്പോൾ ഈ കോമാളി കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ സർക്കസ് കളിക്കുന്നതല്ല, തമാശ പറയുന്നതല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. അവിടെ സർക്കസ് കൂടാരത്തിന് തീ പിടിച്ചിട്ടുണ്ട്, ആ തീ ആളിപ്പടരുന്നുണ്ട്, തീ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയി തീ അണയ്ക്കാം. പക്ഷെ ആളുകൾ വീണ്ടും കൈയടിച്ച് നിന്നതേയുള്ളൂ. കാരണം അയാൾ ധരിച്ചിരുന്ന കോമാളിയുടെ വസ്ത്രം, അയാളുടെ ചായങ്ങൾ എല്ലാം കണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൈയടിച്ച് നിന്നു. ഒടുവിൽ ആളുകൾ ഇത് യഥാർത്ഥത്തിൽ തീ പിടിച്ചതാണ് എന്നറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് പരിശുദ്ധ ബെനഡിക്ട് 16 പാപ്പ ഈ കഥ തൻ്റെ പുസ്തകത്തിൽ ആദ്യ ഭാഗങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. പലപ്പോഴും ക്രൈസ്തവ വിശ്വാസികളായ നമ്മളിങ്ങനെയാണ്.
നമ്മൾ ഒരുപാട് തിരുനാളുകൾ ആഘോഷിക്കും, ഒരുപാട് വചന പ്രഘോഷണങ്ങൾ ശ്രവിക്കും, ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ പോകും, ഒരുപാട് പ്രാർത്ഥിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ വിശ്വാസം യഥാർത്ഥ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാറില്ല, നമ്മൾ ജീവിക്കാറില്ല. വിശ്വാസം ജീവിച്ച് കാണിക്കേണ്ട ഒരു വലിയ സത്യമാണ് എന്ന ബോധ്യം നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് അറിയാതെ ശോഷണം സംഭവിച്ചു പോയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരാശയമാണ്, അല്ലെങ്കിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റ് മതവിശ്വാസങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെയധികം യുക്തിഭദ്രമായ, മനുഷ്യൻ്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു വലിയ വിശ്വാസ സംഹിതയാണ്. അത് വളരെ സുന്ദരമാണ്. നമ്മുടെ സഭയുടെ പഠനങ്ങളും ദൈവവചനവുമൊക്കെ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള, ആശയസമ്പുഷ്ടമായിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങൾ കുറവായിരിക്കും. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ദൈവവചനം, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ബൈബിളാകട്ടെ, ദൈവവചനമാകട്ടെ, കൂദാശകളാകട്ടെ, നമ്മുടെ പ്രാർത്ഥനകളാകട്ടെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളാകട്ടെ, എല്ലാം വളരെ സുന്ദരമാണ്. പക്ഷേ ഈ ഒരു സൗന്ദര്യം മാത്രമല്ല സഭ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഒന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോ വ്യക്തികളും ഞാൻ ജീവിക്കുന്നു എന്നുകൂടി പറയുവാനായിട്ട് പരിശ്രമിക്കുന്നവരായിരിക്കണം. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോ വിശ്വാസിയും ഞാൻ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയുന്നവരായിരിക്കണം. ഞാൻ ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തികളായിട്ട് മാറണം. ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോ വിശ്വാസിയും സുവിശേഷം തൻ്റെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. വിശുദ്ധ സെബസ്ത്യാനോസ് അത്തരത്തിലുള്ള ഒരു വലിയ വിശുദ്ധനായിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം സുന്ദരമായ ഒരാശയം മാത്രമായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് തൻ്റെ ജീവിതം തന്നെയായിരുന്നു. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് തൻ്റെ ജീവിതം തന്നെയായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തൻ്റെ ജീവിതത്തിന് ഉപരിയായിട്ട് വിശ്വാസത്തെ കണ്ട മഹാവിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന തൻ്റെ വിശ്വാസം കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്ന ബോധ്യങ്ങളെ, മൂല്യങ്ങളെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പകർത്തുകയും മറ്റുള്ളവരുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നമ്മൾ പറയും വിശ്വാസം ജീവിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. വിശ്വാസം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. നമുക്കറിയാം, പള്ളിയിൽ വരിക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പള്ളിയിൽ വരുന്നു, കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ പള്ളിയിൽ വരുന്നു, സ്വസ്ഥമായിട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു പോകുന്നു. എന്നാൽ ഇത് മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം ഈ ദേവാലയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, അനുദിന ജീവിതത്തിൻ്റെ പൊള്ളുന്ന ചൂടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വിശ്വാസത്തിൻ്റെ തണലിൽ തന്നെ ആയിരിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വിശ്വാസം ഡിമാൻഡ് ചെയ്യുന്ന, വിശ്വാസം ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും അനുദിന നിമിഷങ്ങളിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് മാറുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് രാജാവ് ചെയ്ത പാതകത്തെക്കുറിച്ച്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ചെയ്യരുതാത്ത കാര്യങ്ങളുമുണ്ട്. ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം തന്നെ വഴി നടത്തിയ കാര്യങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ജീവിച്ച വ്യക്തി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടയ്ക്ക് വെച്ച് പാളിച്ചകളുണ്ടാകുന്നു. ദൈവത്തെ മറന്നുകൊണ്ട് വിശ്വാസമില്ലാത്ത രീതിയിൽ അദ്ദേഹം ജീവിക്കുകയാണ്.
അതാണ് നാഥാൻ പ്രവാചകൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ, നാം സ്വീകരിച്ച കൂദാശകളുടെ ദൈവവര പ്രസാദത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ, നമ്മളൊക്കെ നാമമാത്ര ക്രിസ്ത്യാനികളെന്ന് പറയുന്ന വ്യക്തികളായിട്ട് മാറും. വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഉപരിതലത്തിലുള്ള ഒരു സുന്ദരമായ ആശയം മാത്രമായിട്ട് മാറും. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും വിശ്വാസതയുടെ അഗാധതയെ പുണരുവാനും വിശ്വാസം ആവശ്യപ്പെടുന്ന സഹനങ്ങളും വിശ്വാസം ആവശ്യപ്പെടുന്ന പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ബോധപൂർവം നമ്മൾ പരിശ്രമിക്കണം. ഇല്ല എങ്കിൽ നമ്മളൊക്കെ ഈ വിശ്വാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസം പകരുന്ന വ്യക്തികളായിട്ട് നമുക്കൊരിക്കലും മാറുവാനായിട്ട് സാധിക്കുകയില്ല. ആമുഖത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 18 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച ഒരു വിശുദ്ധനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ഇന്നും നമ്മൾ ആ വിശുദ്ധനെ ഓർമ്മിക്കുന്നതും ഇന്നും ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുന്നതും ഇന്നും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ആ വിശുദ്ധൻ ജീവിക്കുന്നതും ആ വിശുദ്ധൻ വിശ്വാസം ജീവിച്ചത് കൊണ്ടാണ്. വിശ്വാസം വീരോചിതമായി ജീവിച്ചത് കൊണ്ടാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തുകയും വിശ്വാസത്തിന് വേണ്ടി മരിക്കുകയും ചെയ്തതുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ ഇന്നും നമ്മൾ വണങ്ങുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം നമ്മളിന്നും തേടുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകണം എന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം കുറച്ചും കൂടെയൊക്കെ വിശ്വാസത്തിന് സുരക്ഷിതമായ ഒരിടത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസം വലിയ ദുഷ്കരമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ പോലും കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ നമുക്ക് വിശ്വാസം സുഗമമായിട്ട് ജീവിക്കുവാനുള്ള, വിശ്വാസത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സുഗമമായിട്ട് ചെയ്യുവാനുള്ള അവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾ എത്രമാത്രം സുവിശേഷത്തിന് ചേർന്ന രീതിയിൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ജീവിക്കുന്നുണ്ട് എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നാണ്. ഒരപ്പൻ എന്ന നിലയിൽ വിശ്വാസം എന്നോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരമ്മ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്നോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മക്കളെന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ച് കാണിക്കുന്നുണ്ടോ എന്നതാണ് ഞാൻ ഇന്നെൻ്റെ ഹൃദയത്തിൽ ചോദിക്കേണ്ട ചോദ്യം. പള്ളിയിൽ വരുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ മാത്രം മതിയാകുകയില്ല. വിശ്വാസം ജീവിക്കണം. ഈ ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. വിശ്വാസം സുന്ദരമായ ഒരാശയം മാത്രമായിട്ട് ഒതുങ്ങാതെ വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തി എടുക്കുന്ന വ്യക്തികളായിട്ട്, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുത്തുകൊണ്ട് വിശ്വാസം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. വിശുദ്ധ സെബസ്ത്യാനോസ് അങ്ങനെയാണ് ചെയ്തത്. അദ്ദേഹം വിശ്വാസം ജീവിക്കുകയും വിശ്വാസം ജീവിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അതാണ് തടവിലായിരുന്ന പല വ്യക്തികളും അവരുടെ വിശ്വാസത്തിന് ചാഞ്ചല്യമുണ്ടായപ്പോൾ, വിശ്വാസം ഉപേക്ഷിക്കുവാനുള്ള പ്രേരണകളും പ്രലോഭനങ്ങളും അവർക്കുണ്ടായപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസ് അവരുടെ മുൻപിൽ വിശ്വാസത്തിൻ്റെ വലിയൊരു കാവൽ ദൂതനായി നിന്നുകൊണ്ട് വിശ്വാസം അവർക്ക് പകർന്നു നൽകി അവരെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. വിശ്വാസത്തിൻ്റെ അമൂല്യതയെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. വിശ്വാസത്തിൻ്റെ സഹനത്തെക്കുറിച്ചും വിശ്വാസം ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന ത്യാഗപ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുന്നതിന് വേണ്ടി വിശുദ്ധ സെബസ്ത്യാനോസ് പഠിപ്പിച്ചു. സ്നേഹമുള്ളവരെ, ആ വലിയ വിശുദ്ധൻ്റെ ഓർമ്മ ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതും ഇത് തന്നെയാണ്. എൻ്റെ വിശ്വാസം ജീവിക്കുന്ന വിശ്വാസമാണോ? ഞാൻ വിശ്വാസം ജീവിക്കുന്ന വ്യക്തിയാണോ? ഈ ഒരു ചോദ്യം ഈ തിരുനാൾ ആഘോഷത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ദൈവത്തോട് ചേർത്ത് നിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസം സുന്ദരമായൊരാശയം മാത്രമല്ല,
കത്തോലിക്ക വിശ്വാസം സുന്ദരമായൊരാശയം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കേണ്ട ഒന്നാണ്, ഞാൻ പാലിക്കേണ്ട സത്യമാണ് എന്നൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് കാണിച്ചതുപോലെ വിശ്വാസം ജീവിക്കുവാനും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാനും വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാനും തയ്യാറായ വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം തേടിക്കൊണ്ട് വിശ്വാസം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിന് വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം നമുക്ക് തുണയേകട്ടെ.